എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് പേരോടെങ്കിലും ഒരു ക്ഷമാപണം നടത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന, അഭിപ്രായം പറയുന്ന കുറച്ച് പേരെങ്കിലും ഈ ചാനലിലുണ്ട്. നേരിട്ടുള്ള വലിയൊരു മാനസികമായ ഒരു ആത്മബന്ധമൊന്നും ഇല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ടാണെങ്കിലും കുറച്ച് പേരോടെങ്കിലും മാനസികമായ ഒരു വലിയ അറ്റാച്ച്മെൻറ്റ് ഈ ചാനലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. അവരോടൊക്കെ ക്ഷമ ചോദിക്കണം. ഒരുപാട് തിരക്കുകളും അതുപോലെ തന്നെ ജോലിപരമായ കുറേ കമ്മിറ്റ്മെൻറ്റുകളും ഉള്ളതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. ഏതായാലും നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നും നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഒരാൾ മാനസികമായിട്ട് എപ്പോഴാണ് വലിയ കരുത്തുള്ള ഒരു വ്യക്തിയായി മാറുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഏത് പ്രതിസന്ധികളിലും ആത്മവിശ്വാസത്തോടെ ഒരാൾക്ക് എപ്പോഴാണ് ജീവിക്കാൻ കഴിയുന്നത് എന്ന്, അല്ലെങ്കിൽ ബിഹേവ് ചെയ്യാൻ കഴിയുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും ഉറച്ച അല്ലെങ്കിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഒരാൾക്ക് സാധിക്കുന്നത് എപ്പോഴാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് മറ്റെവിടെയുമല്ല, ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ്, ജീവിതത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ്, ജീവിതത്തെക്കുറിച്ച് കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുമ്പോഴാണ്, നല്ല തിരിച്ചറിവുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ മാനസികമായി നല്ല ഇച്ഛാശക്തിയുള്ള, ആത്മവിശ്വാസമുള്ള, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അങ്ങനെയുള്ള ഒരു തിരിച്ചറിവിനെ കുറിച്ചാണ്. ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവിനെ കുറിച്ച്. ഒരുപാട് തിരിച്ചറിവുകൾ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്, നമുക്ക് ചുറ്റിലും ഒരുപാട് ആളുകളുണ്ട് എന്ന്, അല്ലേ? നമ്മളെ സ്നേഹിക്കുവാനും ഏത് പ്രശ്നങ്ങളിലും നമുക്കൊരു തണലായി നിൽക്കുവാനും ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. ആ വിശ്വാസങ്ങൾ തെറ്റാണ് എന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളിലും പല പ്രതിസന്ധികളിലും പല ആളുകളും നമ്മളോടൊപ്പം വന്നിട്ടുണ്ടാവും, അല്ലേ? നമ്മുടെ ചില സങ്കടങ്ങളിൽ, നമ്മുടെ പരാജയങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, കഷ്ടപ്പാടുകളിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒരു ആശ്വാസവാക്കായി കടന്നു വന്ന ആളുകളുണ്ടാകും. ഒരു ഇത്തിരി സമയം നമ്മളോടൊപ്പം കൂട്ടിരുന്ന കുറച്ച് ആളുകളുണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചില ആളുകൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ കയ്യിൽ സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈസയൊക്കെ നമ്മുടെ കയ്യിൽ തന്നിട്ട് നമുക്ക് ഒരു സഹായമായി മാറുന്ന ആളുകളെയും നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അവരൊക്കെ നല്ല മനസ്സുള്ള ആളുകൾ തന്നെയാണ്, നന്മയുള്ള ആളുകൾ തന്നെയാണ്. അതിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഇങ്ങനെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളിലും ആരൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഇവരൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നതും കടന്നു പോകുന്നതും താൽക്കാലികമായിട്ടാണ്. അല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരമായിട്ട് നമ്മുടെ ഒരു പ്രിയപ്പെട്ടവരും നമ്മളോടൊപ്പം നിൽക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ താൽക്കാലികമായി അവർ ഒരാശ്വാസവാക്കായും ഒരു ചെറിയ സഹായമായും ഒരിത്തിരി സമയം കൂട്ടിരിക്കാനായും ഒക്കെ താൽക്കാലികമായി അവർ നമ്മുടെ ജീവിതത്തിൽ അവർ വരുമെങ്കിലും അതൊക്കെ ഒരു താൽക്കാലിക ആശ്വാസമായി മാറുമെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരമായിട്ട് അവർക്കൊരിക്കലും മാറാൻ കഴിയാറില്ല. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരവരുടേതായ പ്രശ്നങ്ങൾക്ക് മുന്നിൽ മറ്റുള്ളവർക്ക് ശാശ്വതമായൊരു പരിഹാരം നൽകാനാവുക എന്ന് പറയുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരു പരിധിയുണ്ട്. ഇവിടെയാണ് കുറച്ച് സമയം അവരൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാകുമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളും നമ്മളും പിന്നെയും തനിച്ചാകുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവും ബോധവും നമ്മളെ കുറേ കൂടി മികച്ച രീതിയിൽ നമ്മളെ മാറ്റിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇപ്പോഴേ മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരുമെന്ന ചിന്ത നമുണ്ടായിരിക്കണം. അതും ഒരു വലിയ തിരിച്ചറിവാണ്. അവിടെ നമ്മുടെ ജീവിതത്തിൽ എത്ര ബന്ധങ്ങളുണ്ടായാലും അവരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് സഹായവും ആശ്വാസമൊക്കെ മാറുമ്പോഴും അതൊക്കെ വെറും താൽക്കാലികമായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും അത് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളോടൊപ്പം സഞ്ചരിക്കേണ്ടതും അതിനെ പരിഹരിക്കേണ്ടതും നമ്മൾ മാത്രമായിരിക്കും, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും എന്ന ചിന്ത, തിരിച്ചറിവ് ഓരോ മനുഷ്യനും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അത് തിരിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി.
മറ്റുള്ളവരുടെ ജീവിതത്തിൽ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നമുക്ക് എന്താണ് ചെയ്യാനാവുക? അവരുടെ അടുത്ത് പോയി വാക്കുകൾ കൊണ്ട് ഒന്ന് ആശ്വസിപ്പിക്കാൻ സാധിക്കുമായിരിക്കും. ഇനി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ കുറച്ച് പണം കൊടുത്ത് നമുക്ക് താൽക്കാലികമായി സഹായിക്കാൻ പറ്റുമായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങളിൽ ഒരിത്തിരി സമയം അവരോടൊപ്പം കൂട്ടിരിക്കാൻ പറ്റുമായിരിക്കാം. അതിലപ്പുറം അവരുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് നമുക്ക് മറ്റെന്ത് പരിഹാരമാണ് ശാശ്വതമായ ഒരു പരിഹാരമായിട്ട് നമുക്ക് നൽകാനാവുക? ഒന്നും നൽകാനാവില്ല. അതാണ് ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ടതും. ആർക്കും ആരുടെയും ജീവിതത്തിൽ ശാശ്വത പരിഹാരമായി മാറാൻ കഴിയില്ല. നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരാൾ കരുത്തുറ്റ, ഉയർന്ന ചിന്താഗതിയുള്ളൊരു വ്യക്തിയായിട്ട് രൂപപ്പെടുന്നത്. ഇത് ഒരു സുപ്രഭാതം കൊണ്ട് രൂപപ്പെടുത്തിയെടുക്കേണ്ടതല്ല. മുൻകൂട്ടി നമ്മൾ മാനസികമായി ജീവിതത്തിൽ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. അല്ലാതെ ഒരു പ്രശ്നം മുന്നിൽ വന്നതിന് ശേഷമല്ല ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചറിവുകൾ രൂപപ്പെടേണ്ടത്. ജീവിതത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി ആദ്യമേ പഠിച്ച് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ട് ബിഹേവ് ചെയ്യാൻ, അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ, അതിനെ കൃത്യമായി സമീപിക്കുവാൻ നമുക്ക് സാധിക്കും. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? തിരിഞ്ഞോടുവോ? നമുക്ക് ഓടാൻ പോലും പറ്റില്ല. നമ്മളൊന്ന് സ്റ്റക്കാവും, നിശ്ചലമായി പോവും. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളിങ്ങനെ പതറിക്കിടക്കും. അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളത്, അല്ലേ? എന്നാൽ വാവാ സുരേഷിനെ പോലുള്ള ഒരാളാണ് ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു സാഹചര്യത്തിലെങ്കിലോ എത്ര വലിയ വിഷമുള്ള പാമ്പാണെങ്കിലും പുള്ളി അതിനെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യും. അതിനെ എങ്ങനെ സമീപിക്കണമെന്നറിയാം. പാമ്പിൻ്റെ ഫിലോസഫിയും പാമ്പിനെ കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവും അയാൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ നമുക്ക് അതില്ല എന്നുള്ളതാണ്. ജീവിതത്തെക്കുറിച്ചും നമുക്ക് എന്തുണ്ടാവണം? ഇതുപോലെ ആദ്യമേ കൃത്യമായ തിരിച്ചറിവുകളുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏത് സാഹചര്യങ്ങളെയും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും നേരിടാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഒറ്റയ്ക്കാണ് ഇതിനെയൊക്കെ നേരിടേണ്ടത്. ഇന്നത്തെ പുതിയ കാലത്തെ കുട്ടികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പഴയ കാലത്തെ കുട്ടികളെക്കാൾ മാനസികമായ കരുത്ത് കുറവാണ് പുതിയ കാലത്തിൻ്റെ കുട്ടികൾക്ക്. എന്തുകൊണ്ടാണ്? അതായത് പ്രശ്നങ്ങളെ അധികം അവർ സമീപിക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ പ്രശ്നങ്ങളൊന്നും അറിയാതെയാണ് അവർ വളർന്നു വരുന്നത് എന്നതുകൊണ്ട് തന്നെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തെറ്റാണ് അവരുടെയൊക്കെ മനസ്സിലുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. ജീവിതം എന്ന് പറയുന്നത് എന്താണ്? പ്രശ്നങ്ങളുടെ ഒരു കലവറയാണ് ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഉള്ളിൽ മുഴുവനുള്ളത് പ്രശ്നങ്ങളാണ്. വേണമെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു പര്യായം എന്ന രീതിയിൽ പോലും പ്രശ്നങ്ങൾ എന്ന വാക്കിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത്രയ്ക്കും അറ്റാച്ച്ഡ് ആണ് ജീവിതവും പ്രശ്നങ്ങളും. പുതിയ കാലത്തെ കുട്ടികളെ സംബന്ധിച്ചിട്ട് അവർ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, പ്രശ്നങ്ങളൊന്നും അധികം അനുഭവിക്കുന്നില്ല. വലിയ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കാതെ കടന്നു വരുമ്പോൾ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ ആ രീതിയിലായിരിക്കും. എന്നാൽ പിന്നീട് ജീവിതത്തിൽ അവർ ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അവരുടെ മുന്നിലേക്ക് ഓരോ പ്രശ്നങ്ങൾ കടന്നു വരിക. ആ സമയത്ത് അവർ പതറിപ്പോവും. ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് ആ പതർച്ച നമുക്ക് പ്രകടമാവുക. എന്നാൽ കുഞ്ഞുനാൾ മുതലേ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ നേരിടേണ്ടതുണ്ട്. പ്രശ്നങ്ങളെ നേരിടലാണ് ജീവിതമെന്ന തിരിച്ചറിവ് അതൊരാളെ കുറേ കൂടി ഒരു പ്രിപ്പറേഷൻ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യമേ ഇപ്പോഴേ നമുക്ക് ജീവിതത്തെക്കുറിച്ച് നല്ല കൃത്യമായ തിരിച്ചറിവുകളും ബോധമുണ്ടായിരിക്കണം. ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന വലിയ ബോധം ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മതി. ജീവിതത്തിൽ മുഴുവനുമുള്ളത് പ്രശ്നങ്ങളാണ് എന്ന് പറയാൻ കാരണം എന്താണ്? പ്രശ്നങ്ങളെന്നോ പ്രതിസന്ധികളെന്നോ ഒക്കെ നമുക്കതിനെ വിലയിരുത്താൻ പറ്റും. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ 10 മാസം ഗർഭപാത്രത്തിനുള്ളിൽ ചുമക്കുമ്പോൾ ഈ 10 മാസവും ഒരുപാട് പ്രശ്നങ്ങളെ ആ സ്ത്രീ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെയൊക്കെ നേരിട്ട് കൊണ്ടാണ് ഒരു കുഞ്ഞ് ഈ മണ്ണിലേക്ക് പിറന്നു വീഴുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങളെ നേരിടാൻ അവർക്ക് കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ധാരണ, തിരിച്ചറിവ് ഏതൊരു സ്ത്രീക്കും ആദ്യമേ ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. പിന്നീട് കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, അല്ലേ? കുട്ടികൾ വളരുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ട് തന്നെയാണ് അവർ വളരുന്നത്. ഈ പ്രശ്നങ്ങളെന്നും പറയാം, വേണമെങ്കിൽ അതിനെ പ്രതിസന്ധികളെന്നും ഒക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റും. മറ്റ് ജീവജാലങ്ങളൊക്കെ ആണെങ്കിൽ ജനിച്ചു വീണാൽ തന്നെ ഓടിച്ചാട് നടക്കും. മനുഷ്യർ അതിനേക്കാൾ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകാറുള്ളത്, അല്ലേ? ഒന്ന് കമഴ്ന്ന് കിടക്കാൻ പോലും സമയമെടുക്കും, ഒന്ന് ഇരിക്കാൻ സമയമെടുക്കും, മുട്ടിൽ ഇഴയാൻ സമയമെടുക്കും, പിന്നെ നമ്മുടെ ചെയറും ടേബിളും ഒക്കെ പിടിച്ച് പിച്ച് വയ്ക്കാനും സമയമെടുക്കും. അതിനൊക്കെ ശേഷം
ശേഷമാണ് കുട്ടികളെ മുറ്റത്തും തൊടിയിലും വീട്ടിനകത്തുമൊക്കെ ഓടിച്ചാടി നടക്കുന്നത്. ഈ പ്രശ്നങ്ങളെയൊക്കെ, ഈ പ്രതിസന്ധികളെയൊക്കെ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ജീവിതം പ്രശ്നങ്ങളുടെ, അത് കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾ തന്നെയാണ്. പഠനത്തിൻ്റെ കാലഘട്ടം, പിന്നെ പല അസുഖങ്ങൾ, ജീവിതത്തിൽ പിന്നീട് കടന്നു വരുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുടെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്തിട്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവിതയാത്ര പൂർത്തിയാകുന്നത്. അപ്പോൾ ജനിച്ചു കഴിഞ്ഞ് മരിക്കുന്നത് വരെ ഒരു മനുഷ്യൻ പ്രശ്നങ്ങളോടൊപ്പമാണ്. എന്നാൽ ഈ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ജീവിതം എങ്ങനെ ആസ്വദിക്കപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനം. പ്രശ്നങ്ങളില്ലാതെ ഒരു ജീവിതത്തെ രൂപപ്പെടുത്തലല്ല, നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ മനോഹരമായി കൈകാര്യം ചെയ്യുന്നു എന്നിടത്താണ് ജീവിതത്തിൻ്റെ സൗന്ദര്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതും ഒരു വലിയ തിരിച്ചറിവാണ്. നിർഭാഗ്യവശാൽ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു സിലബസും നമ്മുടെ മുന്നിലില്ല എന്നുള്ളതാണ്. പല വലിയ കാര്യങ്ങളും നമ്മുടെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കാണുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ട് ഈസ് ലൈഫ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോഴും ആർക്കും കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ്. കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. എന്താണ് ജീവിതം, അല്ലെങ്കിൽ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഇതൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തെ നേരിടാനും സമീപിക്കുവാനും നമുക്ക് ആ ഒരു മാനസികമായ കരുത്ത് നമ്മളിൽ രൂപപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ നിരീക്ഷിക്കുക. സ്വന്തം അനുഭവങ്ങളിലൂടെ മാത്രമല്ല ഒരാൾക്ക് ജീവിതം പഠിക്കാൻ സാധിക്കുന്നത്. തൻ്റെ ചുറ്റുമുള്ള ലോകത്തെ നോക്കിക്കണ്ടുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുകൾ വരും. ഇങ്ങനെയൊക്കെയാണ് ജീവിതം. ഈ ജീവിതത്തെ നേരിടുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അങ്ങനെ നേരിടുമ്പോൾ അവിടെ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒറ്റയ്ക്കാണ് ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തെ നേരിടേണ്ടത് എന്ന വലിയ തിരിച്ചറിവിലേക്ക് ഒരാൾക്ക് എത്തിപ്പെടാനാവും. അങ്ങനെ എത്തിപ്പെട്ടാൽ അയാൾക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ വളരെ എളുപ്പമാണ്. അതിന് മാത്രമുള്ള മാനസികമായ കരുത്തും ദീർഘവീക്ഷണവും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവുമൊക്കെ അയാളിൽ ഓട്ടോമാറ്റിക്കലി രൂപപ്പെടും. നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവട്ടെ. ജീവിതത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച് നല്ല തിരിച്ചറിവോടുകൂടി ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളെയും നേരിടാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.